ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ മനോഹരമായ പൂക്കളുള്ള അതിമനോഹരമായൊരു ചെടിയാണ്. ഈ ചെടി നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടോ? ഇതാണ് ഡോവ്ടെയിൽ പ്ലാന്റ് അഥവാ സിഫീഡിയം കേരളം. നമ്മുടെ വെള്ളരിപ്രാവിൻ്റെ തൂവലുകൾ ഇങ്ങനെ വിടർത്തി നിൽക്കുന്നത് പോലെ മനോഹരമായ ഇലകളോട് കൂടിയ ചെടിയാണ് ഇത്. എന്നാൽ അത് മാത്രമല്ല, ആ ഇലകളുടെ ഭംഗി മാത്രമല്ല, ഇതിന് അതിമനോഹരമായ പൂക്കളും കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ചെടിയെ നമ്മൾ ഡോവ്ടെയിൽ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. മാത്രമല്ല, ഈ ചെടിക്ക് പാൽമിറ്റ, ഏഞ്ചൽ ഹാൻഡ്, സോസിക എന്നൊക്കെ ഈ ചെടിക്ക് വിളിപ്പേരുകളും ഉണ്ട്. വളരെ മനോഹരമായി നമുക്ക് പോട്ടിലും അതേപോലെ ഗ്രൗണ്ട് കവറായും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് സിഫീഡിയം കേരളം അഥവാ ഡോവ്ടെയിൽ പ്ലാന്റ്. ഇതിനെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അതായത് ഒരു ചെടിയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒത്തിരി തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. ഇതിൻ്റെ ഇലകളുടെ ഭംഗി തന്നെ നോക്കിയാൽ നിറയെ ഓലകൾ പോലെയാണ് ഇതിൻ്റെ ഇലകൾ കാണപ്പെടുന്നത്. ശരിക്കും ഈ ഇലകളുടെ ഈ ഓല പോലെ കാണുന്ന ഇലകളുടെ സെൻറ്റർ ഭാഗത്ത് നിന്നായിട്ടാണ് ഈ കുലകൾ പോലെയുള്ള ഈ പൂക്കൾ ഉണ്ടായി വരുന്നത്. ഈ കുലയിലായിട്ട് പൂക്കൾ ഉണ്ടാകുമ്പോൾ ആദ്യം ചെറിയ ഒരു വൈറ്റ് മൊട്ട് പോലെ വന്നിട്ടാണ് ചെറിയ മണികൾ പോലെ ഇത് വിരിഞ്ഞു വരുന്നത്. അതിനുശേഷം ഈ പൂക്കൾ പൊഴിഞ്ഞു പോയിട്ട് ഇതുപോലെ ബ്രൗൺ നിറത്തിലുള്ള മുത്തുകൾ പോലെ കാണപ്പെടും. ഈ ഭാഗത്ത് നിന്ന് ഈ ബ്രൗൺ മുത്തുകൾ പോലെ കാണപ്പെടുന്ന ഇതിൻ്റെ തൊട്ടടിയിൽ നിന്നും ഇതുപോലെ നിറയെ തൈകൾ ഇതുപോലെ ഇവിടെ നിന്ന് ഉണ്ടായി വരും. ഈ തൈകളെ നമുക്ക് പറിച്ചു നട്ട് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ഒത്തിരി തൈകൾ ഇതുപോലെ ഓരോ പൂങ്കുലകളുടെ അടിയിൽ നിന്നും ഉണ്ടായി വരാറും ഉണ്ട്. അതായത് ഈ ചെടിയിൽ പൂങ്കുല നിൽക്കുമ്പോൾ തന്നെ ഇതിൽ നിന്നും പുതിയ തൈകൾ പൊട്ടി വരും. അതായത് ആ പൂങ്കുലയുടെ കൂടെ തന്നെ നമുക്ക് പുതിയ തൈകളും ഇതുപോലെ കിട്ടും എന്നുള്ളതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത. ചിലരിതിനെ ഓർക്കിഡ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ പ്ലാന്റ് വളർത്തുന്നത്. അതായത് ഡോവ് ഓർക്കിഡ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഈ പ്ലാന്റ് വളർത്തുന്നത്. ഡോവ് ഓർക്കിഡ് എന്ന് പേരുള്ള മറ്റൊരു പ്ലാന്റ് തന്നെയുണ്ട്. ഇത് ഡോവ്ടെയിൽ പ്ലാന്റ് ആണ്. ഇത് ഹെമാഡ്രോസിയ എന്ന ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഇത് ഡോവ്ടെയിൽ പ്ലാന്റാണ്. അതിന് കാരണം ഈ ഡോവിൻ്റെ ടെയിലിനോട് സാമ്യപ്പെട്ട ഈ ലീഫുകൾ ഉള്ളത് കൊണ്ടാണ് ഇതിനെ ഡോവ്ടെയിൽ പ്ലാന്റ് എന്ന് വിളിക്കുന്നത്. മാത്രമല്ല, ഈ ഡോവ്ടെയിൽ പ്ലാന്റ് എന്ന് ഇതിന് വിളിക്കുന്നെങ്കിലും ഇതിൽ അതിമനോഹരമായ പൂക്കൾ ഉണ്ടാകാറുണ്ട്. നല്ല വൈറ്റ് മനോഹരമായ പൂക്കളോട് കൂടിയവയാണ് ഈ ചെടി. അത്യാവശ്യം നല്ല മെച്യേർഡ് ആയിട്ടുള്ള, അതായത് ഒത്തിരി ഹൈറ്റൊക്കെ വെച്ചതിന് ശേഷം മാത്രമേ ഈ ചെടിയിൽ പൂക്കൾ ഉണ്ടാകാറുള്ളൂ. ഒരു പൂ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊട്ട് താഴെ, ആ പൂങ്കുലയുടെ തൊട്ട് താഴെയിൽ നിന്നാണ് പുതിയതായിട്ട് തൈകൾ ഉണ്ടാകും. ഇതുപോലെ പുതിയ തൈകൾ ഉണ്ടായി വരും. ഇതിന് വളരെയേറെ മെഡിസിനൽ വാല്യൂ ചില സ്ഥലങ്ങളിൽ ഉണ്ട്. അതിനെക്കുറിച്ചൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. ഇതിപ്പോൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇതുപോലെ ഒത്തിരി തൈകൾ ആ ഓരോ പൂങ്കുലയുടെ തൊട്ട് താഴെ നിന്നും ഇതുപോലെ 2, 3, 4 ഒക്കെ പുതിയ തൈകൾ ഉണ്ടായി വരാറുണ്ട്. ഇതുപോലുള്ള ഈ തൈകളെ ഇതുപോലെ നമുക്ക് അടർത്തിയെടുത്ത് തന്നെ നമുക്ക് പുതിയ തൈകളാക്കി മാറ്റി നടാം. പിന്നെ ഇതിൻ്റെ പോട്ടിംഗ് മിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പോട്ടിംഗ് മിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ ഇതുപോലുള്ള ഒരു ചെറിയ ഒരു തൈ തന്നെ മതി, കുഞ്ഞു തൈ തന്നെ മതി. നമുക്കിത് വളരെ പെട്ടെന്ന് പുതിയ തൈയാക്കി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ പോട്ടി മിക്സിൻ്റെ കാര്യം പറഞ്ഞില്ലേ, പോട്ടി മിക്സ് എന്ന് പറയുന്നത് സാധാ ഗാർഡൻ സോയിൽ മാത്രം മതി. പ്രത്യേകിച്ച് നമ്മൾ ഒരു വളമോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. സാധാ മണ്ണ് മാത്രം മതി. ഇനി നമുക്ക് നമ്മുടെ സമാധാനത്തിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉണങ്ങിയ ചാണകപ്പൊടിയോ മറ്റോ ചേർത്ത് കൊടുക്കാം. അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിപ്പോൾ ഞാനിപ്പോൾ പോട്ടിൽ വെച്ചിരിക്കുന്ന ഇതാണ്. പോട്ടിൽ വെച്ചാലും ഇത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വളർന്നു വരും. പോട്ടിൽ വെച്ചാലും അതേപോലെ നമ്മുടെ തറയിൽ വെച്ചാലും എവിടെ നട്ടാലും നല്ല ഭംഗിയിൽ വളരുന്ന ചെടിയാണെന്ന് പറഞ്ഞില്ലേ. പിന്നെ ഇതിന് വേണ്ട നല്ല ഷെയ്ഡാണ്. ഷെയ്ഡിൽ വെച്ച് വേണം നമ്മൾ ഈ ചെടിയെ വളർത്താൻ. അല്ലെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഒരു മഞ്ഞിച്ച് കറുത്തൊരു ഫംഗസ് പിടിച്ചതുപോലെ ആയി വരും. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഇത് ഫംഗസ് ബാധ പിടിച്ചതാണെന്ന്. അതാണ്ട് ഇതുപോലെ റൂട്ടുകൾ പുറത്തേക്ക് വന്നിട്ടാണ് ഇതിൽ നിന്നും തൈകൾ ഉണ്ടാകുന്നത്. ഇത് ഈ നമ്മുടെ ചുവട് ഭാഗത്ത് ടോപ്പിൽ എങ്ങനെയാണ് തൈകൾ ഉണ്ടാകുന്നത് നമ്മൾ കാണിച്ചു തന്നല്ലോ. അതിൻ്റെ ആ പൂങ്കുലയുടെ തൊട്ട് താഴെ നിന്ന് നിറയെ തൈകളുണ്ടാകും. ഇതുപോലെ വരുന്ന ചുവടുകളിൽ ഇതുപോലെ വരുന്ന റൂട്ടിൽ കുഞ്ഞു തൈകൾ ഇതുപോലെ ഉണ്ടാകും. ഈ തൈകളെ നമ്മൾ അടർത്തിയെടുത്ത് സാധാ മണ്ണിൽ നട്ട് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് വളത്തിൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മണ്ണ് നല്ല ഡ്രൈ ആകുമ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം ആയിപ്പോയാൽ ഈ ചെടി അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴും ഒക്കെ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. മണ്ണ് നല്ല ഡ്രൈ ആയിട്ട് നനച്ച് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം കെട്ടി നിന്ന് പോയാൽ ഈ ചെടി നശിച്ചു പോകും.
പിന്നെ ഇൻസെക്ട്സിൻ്റെയൊക്കെ ആക്രമണത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇൻസെക്ട്സ് ഒന്നും തന്നെ ഈ ചെടി അങ്ങനെ ബാധിക്കാറില്ല. പിന്നെ മില്ലി ബഗ്സാണ് ആകെയുള്ള ഒരു ആക്രമണം ഈ ചെടിക്കുണ്ടാകുന്നത്. മില്ലി ബഗ്സിൻ്റെ ആക്രമണം അതും വളരെ കുറച്ച് മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഏതെങ്കിലും മരങ്ങളുടെ ചുവടുകളിലോ അല്ലെങ്കിൽ നല്ല ഷെയ്ഡഡ് ഏരിയാസിലോ ഈ ചെടി വെച്ച് വളർത്തുകയാണെങ്കിൽ നല്ല ഗ്രീനറിയോടുകൂടി ഈ ചെടി വളർന്നു വരും. ഇതിപ്പോൾ ഞാൻ നല്ല ഒരു ഷെയ്ഡഡ് ഏരിയയിൽ വെച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് പോലെ വരുന്ന ഈ ഭാഗം മണ്ണിലോട്ട് ഇറങ്ങി വളർന്നു വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് ഇത് വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇനി നമുക്ക് കട്ട് ചെയ്ത് പുതിയൊരു പോട്ടിംഗ് മിക്സിലോട്ട് മാറ്റിക്കൊടുത്താൽ മതിയാവും. അപ്പോൾ പോട്ടിംഗ് മിക്സിൻ്റെ പ്രത്യേകിച്ച് വീഡിയോയുടെ ആവശ്യമൊന്നും ഇല്ല, വീഡിയോ ലെങ്തി ആയി പോവും. അപ്പോൾ പ്രത്യേകിച്ച് പോട്ടിംഗ് മിക്സ് കാണിക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ കൊക്കോ പിക്റ്റോ ഒന്നും തന്നെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാ ഗാർഡൻ സോയിൽ മാത്രം തന്നെ മതിയാവും ഈ ചെടിക്ക് വളർന്നു വരാൻ. അതിൽ നമ്മൾ കൊക്കോ പിറ്റോ അല്ലെങ്കിൽ ചാണകപ്പൊടിയോ ഒന്നും തന്നെ ഈ ചെടിക്ക് ആവശ്യമില്ല. വല്ലപ്പോഴും ഈ ചെടിയെ ഒന്ന് നനച്ച് കൊടുത്താൽ മതി. കൂടുതൽ വെള്ളം കൂടിപ്പോവാതിരുന്നാൽ മാത്രം മതി. ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളോട് കൂടിയ ഈ ചെടിയെ ഈ പൂക്കൾ ഉണ്ടാകുമ്പോൾ നല്ല ഒരു ബ്രൗൺ കളറിലും അത് കഴിയുമ്പോൾ നല്ല ഒരു വൈറ്റ് കളറിലുമായിട്ടാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മനോഹരമായ നല്ല മുല്ലമാല കെട്ടിയതുപോലുള്ള പൂക്കളോട് കൂടിയതാണ് ഈ ചെടി. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു ചെടി നമുക്കും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ അല്ലേ? ഒട്ടുമിക്ക പേർക്കും നമ്മുടെ വീട്ടുമുറ്റത്തൊരു ചെടിയും നല്ല മനോഹരമായ പൂക്കളുമൊക്കെ നിൽക്കുന്നത് ഇഷ്ടമാണ്. പക്ഷേ ഒട്ടുമിക്ക പേരും കുഴിമടിയന്മാരാണെന്ന് മാത്രം. അങ്ങനെയുള്ള കുഴിമടിയന്മാർക്ക് ഈ ചെടി വളരെ ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യാതൊരുവിധ കെയറിങ്ങും ഒന്നും തന്നെ ഈ ചെടിക്ക് ആവശ്യമില്ല. അപ്പോൾ എല്ലാ കുഴിമടിയന്മാർക്കും വളർത്താൻ പറ്റിയ അതിമനോഹരമായ ഒരു ചെടിയാണ് ഡോട്ടൈഡ് പ്ലാന്റ്. ഇനിയിപ്പോൾ എത്രയൊക്കെ മടിയാണെന്ന് പറഞ്ഞാലും പൂക്കളെയും ചെടികളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന നമ്മളെപ്പോലുള്ളവർക്ക് എങ്ങനെയാണ് ഇതുപോലുള്ള ചെടികളെയൊക്കെ വാങ്ങി വളർത്താതിരിക്കാൻ സാധിക്കുന്ന അല്ലേ? അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോയൊക്കെ പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നേക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കുറേ കൂടി മനോഹരമാക്കി വീണ്ടും വരാമെന്ന വിശ്വാസത്തോടു കൂടി ബൈ ഫ്രം സിജി നിജാസ്. താങ്ക് യു ഫോർ വാച്ചിങ്.